ഹായ് ഹലോ ഗൈസ് നമസ്കാരം. അപ്പോൾ ഇത് നമ്മളൊരു ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ നിൽക്കുകയാണ്. എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ അച്ഛനും ചിറ്റപ്പനും ഒരു ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട്, ഇൻറ്റീരിയർ ഡിസൈൻ സ്റ്റുഡിയോ. അപ്പം അവർ ചെയ്തൊരു ഫ്ലാറ്റിൻ്റെ ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ചൊരു ഷൂട്ട് പോലെ കുറച്ച് വീഡിയോസും ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലിടാനും യൂട്യൂബിലിടാനും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഫോട്ടോ സെഷനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ഈ ഫ്ലാറ്റും ഇവിടുത്തെ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ബിഹൈൻഡ് ദ സീൻസും ഒക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പം എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി ആൻഡ് വെൽക്കം ടു ഇനി അങ്ങോട്ടാ. ഇവിടെ ഇവർ മുറിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷൂട്ടിനുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ്. ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ചില മുറികളൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്ത് ഷൂട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ ഷൂട്ടിങ്ങിനെ പോകുന്തോറും ഓരോരോ മുറിയായിട്ട് ക്ലീനപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോവാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കലങ്കോലമായിട്ട് കിടക്കുന്നത്. ഇനി അടുത്ത ഈ റൂം ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഈ റൂം വൃത്തിയാക്കും. അങ്ങനെ നമ്മളെ അപ്പോൾ ക്ലീനപ്പൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വന്ന ചേട്ടനാണിത്. സെറ്റിംഗ് അപ്പ് നമ്മൾ തന്നെ ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അതാണ് പരിപാടി. ഗോപുമാമി അവിടെ ഗോപുമാമിക്ക് 2:30 ട്രെയിനുള്ളതാണ്. പക്ഷേ ഞങ്ങൾ അസിസ്റ്റൻ്റായിട്ട് വിളിച്ചുകൊണ്ട് വന്നു. നമ്മൾ ആക്ച്വലി ഇവിടെ ബിഹൈൻഡ് ദ സീൻ ഷൂട്ട് നടക്കണം. അതായത് ഇത് സെറ്റായി ഫ്ലാറ്റ് ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ തന്നെ അച്ഛൻ ചിറ്റപ്പിന് ഞാനും ഗോപുമാമിയെ കൂടെ വിളിച്ച് ഞങ്ങൾ തന്നെയുള്ളൂ. ഞങ്ങൾ തന്നെ സെറ്റപ്പൊക്കെ ചെയ്ത് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ ഗോപുമാമി? ഗോപുമാമി 2:30 ട്രെയിനിന് പോകും. ഇന്നലെ നിങ്ങൾ ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വന്നതാണ് ഗോപുമാമി. ഇന്ന് വെച്ചാൽ ഗോപുമാമിയോട് സഹായമായിട്ട് നമ്മൾ വിളിച്ചു കൊണ്ടുവന്നു. അപ്പം നമ്മളിത് ആദ്യം ബെഡ്റൂമിൻ്റെ ഷോട്ട്സ് വെച്ച് തുടങ്ങുകയാണ്. നമ്മൾ ബാൽക്കണിയിൽ നിന്നിട്ട് ബെഡ്റൂമിൻ്റെ ഷോട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഈ ഗോപ്രോയിലും പിന്നെ ഐഫോണിലും ഒക്കെ ആയിട്ട് തന്നെയാണ് ഷോട്ട്സൊക്കെ എടുത്തത്. പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഷോർട്സ് ഇവിടെ തന്നെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഫുൾ വീഡിയോയുടെ ലിങ്ക് താഴെ ഇടാൻ, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ? ആക്ച്വലി ഞങ്ങൾ കുറച്ച് മിനിമലിസ്റ്റ് ആൻഡ് മ്യൂട്ടഡ് കളേഴ്സിൽ വൈറ്റൊക്കെ കൂടുതൽ യൂസ് ചെയ്തുള്ള ഒരു മിനിമലിസ്റ്റ് ഡിസൈൻ സെൻസാണ് ഈ പെബിൾ ഡ്രോപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ സർവീസസ് ആവശ്യമുണ്ടെങ്കിലും ഞാൻ വെബ്സൈറ്റും താഴെ ലിങ്ക് ചെയ്തേക്കാം കേട്ടോ. നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് കൊള്ളാം. ഈ പരിപാടി ഗോവാമിക്ക് രാത്രി പോയാൽ മതിയായിരുന്നു ആക്ച്വലി. പക്ഷെ ട്രെയിനിലെ ടിക്കറ്റ് ഇല്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിലെ ടിക്കറ്റ് ഇല്ല. അപ്പോൾ അതാണ് ഈ ചായയിലും കുക്കീസിലും ഒരു കണ്ണുണ്ട്. നേരമായി ഞാൻ ആലോചിക്കുന്നത് എപ്പോൾ സത്യമായിട്ട് സ്ട്രോബെറി ഐസ് എന്ന് പറഞ്ഞ കുക്കീസാണ് ഇന്നലെ നമ്മൾ ഒരെണ്ണം എടുത്താൽ മറ്റേ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നമുണ്ടാവും. അങ്ങനെ ഷൂട്ട് ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. ഗോപുമാമിക്ക് പോകാനൊക്കെ ഏകദേശം സമയമായി. അപ്പം നമ്മൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് പിരിയാം എന്നുള്ള രീതിയിൽ ലഞ്ച് ബ്രേക്ക് എടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങി കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് ഗോപുമാമി മിക്കവാറും അവിടെ നിന്ന് പോകും. തിരിച്ച് വന്നിട്ട് നമുക്ക് പിന്നെയും ഡൈനിങ് റൂം, അങ്ങനെ ഇപ്പോൾ ബെഡ്റൂം മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഷൂട്ട്. ഇനി ബാക്കി പരിപാടികളുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയി താക്കി എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഈ സ്ഥലത്താണ്. അവിടുത്തെ ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ.
അപ്പോൾ അവിടെ ബിരിയാണി മീൽസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബിരിയാണി ഓപ്റ്റ് ചെയ്തു. വേഗം കഴിച്ചിട്ട് ഞങ്ങൾക്കും തിരിച്ച് ഷൂട്ടിന് പോകണമായിരുന്നു. ഗോപമാമയ്ക്കും ട്രെയിനിന് സമയമാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗോപമാമി പോവുകയാണ്. ഇനി ബീഹാറിലല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കാണാം. അപ്പോൾ ഗോപമാമി ബൈ ബൈ. ബ്ലോഗിനൊരു ബൈ പറഞ്ഞു. ബൈ. അതിന് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. അല്ല, ഞാൻ ഉദ്ദേശിച്ച ജോധ്പൂർ, ബീഹാർ നാട്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ടല്ലോ ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഗോപമാമിയുടെ ഓട്ടോ വന്നു. അപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് സുബിന് ജോധ്പൂരിൽ നിന്ന് ബീഹാറിലോട്ട് ട്രാൻസ്ഫർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 2-3 മന്ത്സിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ആവണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരിടാ, മെസ്സേജ് ചെയ്യാം. അങ്ങനെ ഗോപമാമിയൊക്കെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞൊരു ഓട്ടമായിരുന്നു കേട്ടോ. നമുക്ക് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ ഭയങ്കര, എല്ലാ മുറികളും ഫിനിഷ് ചെയ്യണ്ടേ, അപ്പോൾ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളിത് ഇത് കഴിഞ്ഞിട്ട് കിച്ചൺ എടുത്തു, അത് കഴിഞ്ഞ് ഡൈനിങ് റൂം എടുത്തു. ഇപ്പോൾ ഇതാ ഹാൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ഷൂട്ട് തീരാറായിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി കേട്ടോ. ഇപ്പോഴും ഷൂട്ട് തകൃതിയായി നടക്കുകയാണ്. ഇനി മിക്കവാറും ഇപ്പോൾ ഡൈനിങ് റൂമും ലിവിങ് റൂമും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി മിക്കവാറും മൈൻഡപ്പ് ആവും. നിങ്ങൾക്ക് എത്ര കാണിച്ചു തരാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതും ഈ ഫോണിലും പിന്നെ വേറെ ക്യാമറയിലും കൂടെ ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്ര ഈ വ്ളോഗിന് വേണ്ടി എടുക്കാൻ പറ്റി, കാണിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ഔട്ട് എങ്ങനെയാണെന്നുള്ളതും കൂടെ കുറച്ച് ഷോർട്സ് ആഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇവരുടെ എൻ്റെ അച്ഛൻ്റെ ചിറ്റപ്പൻ്റെയാണ് ഇന്റീരിയർ ഡിസൈൻ സ്റ്റുഡിയോ, പെപ്പിൾ ഡ്രോപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് ബിറ്റ്സ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ. പിന്നെ അതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ നിങ്ങൾക്ക് ഇവരുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഒരു സർട്ടൻ സ്റ്റൈലാണ് അവർ ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദം. ഇൻറ്റീരിയർ ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ വെബ്സൈറ്റിന് താഴെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു അവർ ചാനൽ ആൻഡ് കീപ് ആസ്കിങ് us once in a while. ഇനി അങ്ങോട്ട് ബൈ.